പക്ഷേ ഞങ്ങൾ ഈ വിധിയിലുള്ള ഒരു യോജിപ്പ് ഞങ്ങൾക്കില്ല. ഈ വിധി വന്നിട്ട് ഞങ്ങൾ അവന് എന്തെങ്കിലും ശിക്ഷ കിട്ടുമെന്ന് ഞങ്ങൾ ഓർത്തു. പക്ഷേ ഇവനെ വെറുതെ വിടുമെന്ന് ഞങ്ങൾ ഓർത്തില്ല. അവൻ തന്നെ കുറ്റം സമ്മതിച്ചതാ. കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയതാന്ന് പറഞ്ഞ് അവൻ തന്നെ സമ്മതിച്ച് പോലീസിനോട് മൊഴി കൊടുത്തതാ. പക്ഷേ ഇപ്പം തെളിവുകൾ ചോദിക്കുവാണെങ്കിൽ കണ്ട സാക്ഷി വേണമെന്ന് പറയുമ്പോൾ ആരും അവൻ അടുത്ത് വെച്ചുകൊണ്ട് ആരും ചെയ്യത്തില്ല. ആരും ഇതും കണ്ടിട്ടുമില്ല നേരിട്ട്. അവൻ സ്വന്തമായിട്ട് അവൻ ഈ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇപ്പം അവൻ നിരപരാധിയാന്ന് പറഞ്ഞ് അവന് പുറത്ത് വിട്ടേക്കുക. പക്ഷേ ഈ വിധിയോടുകൂടി ഞങ്ങൾക്ക് യാതൊരു യോജിപ്പും ഇല്ല. ഞങ്ങൾ അപ്പീലെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ഇവനെ പുറത്ത് വിടുവാണെങ്കിൽ ഇവനെ പോലെ പല അർജുനുകളും ഉണ്ടാകും. പെൺപിള്ളേരെ വെച്ച് ജീവിക്കാനേ പറ്റത്തില്ല. എന്നെപ്പോലെ ഒത്തിരി അമ്മമാരുണ്ട്. അവർക്ക് പെൺപിള്ളേരെ വെച്ച് എങ്ങനെ ജീവിക്കാനാ? എങ്ങനെ വിട്ടേച്ച് അവർ ജോലിക്ക് പോകും? ഞങ്ങൾ അന്നന്ന് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരാ. ആരെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഈ പിള്ളേരെ വിട്ടേച്ച് പോകുന്നത്? അപ്പോൾ ഇവനെ വെളിയിൽ വിടുവാണെങ്കിൽ ഇതുപോലെ പല പ്രശ്നങ്ങളും ഇനിയും ഉണ്ടാകും. അതിനാരും ഉത്തരവാദിത്വം പറയും? ഞങ്ങൾ പെറ്റി വളർത്തി വെച്ചേക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഇവന്മാരിങ്ങനെ ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഇവന്മാർക്ക് ഒരു ശിക്ഷയും ഇല്ലേ? ഈ നാട്ടിൽ ശിക്ഷ കൊടുക്കത്തില്ലേ? ആദ്യം അവൻ കുറ്റം സമ്മതിച്ചു, പിന്നീട് അവൻ ഇല്ലെന്ന് പറഞ്ഞു. അത് കോടതി വിശ്വസിച്ച് അവനെ വെളിയിൽ വിട്ട്. ഇനി ഞങ്ങൾ എന്നാ ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യണം? ഇനി ഞങ്ങൾ ആത്മഹത്യ ചെയ്ത് ചാകാതെ വേറെ ഒരു വഴിയുമില്ല. ഞങ്ങൾക്കും പെൺമക്കളുണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ പെൺമക്കൾ. ഞങ്ങൾ ആരെ വിശ്വസിച്ച് ഞങ്ങൾ കുട്ടികളെ വളർത്താനാ? ഈ വിധിയോടും കൂടി ഞങ്ങൾക്ക് യാതൊരു യോജിപ്പില്ല മാഡം. ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോവുക. കോടതിയിലേക്ക് തന്നെ പോയാൽ നീതി കിട്ടുമെന്നാണോ, അതോ തുടക്കം മുതൽ അന്വേഷണം വേണമെന്നൊരു ആവശ്യമോ മറ്റോ ഉണ്ടോ കുടുംബത്തിന്? അന്വേഷണത്തിൽ ഞങ്ങൾക്ക് യാതൊരു കുറ്റവും പറയാനില്ല. ഞങ്ങളുടെ അടുത്ത് പോലീസ് പറഞ്ഞത് എല്ലാം 69 എവിഡൻസ് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. തെളിവുകളൊക്കെ നമ്മുടെ പക്കലുണ്ട്. അത് കാരണം നല്ലൊരു വിധി കിട്ടും എന്നാണ് ഞങ്ങളുടെ അടുത്ത് ഉറപ്പ് പറഞ്ഞതാണ്. പക്ഷേ ഞങ്ങളുടെ പഴയ ജഡ്ജി മാറിപ്പോയി. അത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് വന്ന ഈ 2 മാസമായിട്ടുള്ളൂ പുതിയ ജഡ്ജി വന്നിട്ട്. പഴയ ജഡ്ജി മാറിയപ്പോഴേ ഞങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞു പോയി ഞങ്ങളുടെ കൊച്ചിന് നീതി കിട്ടുമെന്നുള്ളത്. എന്നാന്ന് വെച്ചാൽ പ്രതിയുടെ അച്ഛൻ ഇവിടെ എല്ലാവരോടും പറയാൻ തുടങ്ങി, എൻ്റെ ചെറുക്കൻ വെളിയിൽ വന്നേക്കും, അവൻ നിരപരാധിയെന്ന് പറഞ്ഞ് ഈ ആഴ്ച തന്നെ അവൻ വെളിയിൽ വരുമെന്ന് ഒത്തിരി ആൾക്കാരോട് അവൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിധി പറയുന്ന മുമ്പ് തന്നെ അവന് എല്ലാ കാര്യങ്ങളും അവനും അറിയാവുന്നതാണ്. അതുപോലെ ഞങ്ങൾ വിശ്വസിച്ചില്ല. അവൻ്റെ മോനല്ലേ, അവനങ്ങനെ അവൻ്റെ വിശ്വാസത്തിൽ അവന് പറയുമെന്ന് ഞങ്ങൾ ഓർത്തു. പക്ഷേ അവൻ പറഞ്ഞത് സത്യവാ. അവൻ പറഞ്ഞതുപോലെ അവൻ വെളിയിൽ വന്ന്. അപ്പം ഞങ്ങളിപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു, കോടതിയെ വിശ്വസിച്ചു. പക്ഷേ കോടതി ഞങ്ങളെ ചതിച്ചു. അതാണിപ്പോൾ സംഭവിച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ വലിയ സ്വാധീനം കൊണ്ട് പുറത്തു വന്നു, കാശ് കൊടുത്ത് പുറത്തു വന്നു എന്നൊക്കെ ഇന്നലെയും അമ്മ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പ്രതിയാണെങ്കിലും നിങ്ങൾ ഈ കുഞ്ഞിന്റെ കുടുംബമാണെങ്കിലും ഒക്കെ ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ? ഇത്രയധികം പണം കൊടുത്തൊക്കെ പുറത്തു വരാൻ കഴിയും എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഞങ്ങളെപ്പോലെ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആളായിരുന്നു അവർ. പക്ഷേ ഇപ്പോൾ അവർക്ക് ലക്ഷങ്ങൾ കൊടുത്താൽ അവനെ വെളിയിൽ കൊണ്ടുവന്നേക്കുന്നത്. അത് ഞങ്ങൾക്ക് നല്ലോണം ഉറപ്പുണ്ട്. കാശ് കൊടുത്ത് അവനെ വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ കാശ് അവന് എവിടെ നിന്ന് കിട്ടി? വന്നെന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നത് ഞങ്ങളെപ്പോലെ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഈ കൊലപാതകം നടന്ന് ഇവർ ഇവിടെ നിന്ന് പോയ പിന്നെ അവർക്ക് ഈ കാശ് എവിടെ നിന്ന് കിട്ടി? ലക്ഷങ്ങൾ കൊടുത്താൽ മകനെ വെളിയിൽ കൊണ്ടുവന്നേക്കുന്നത്. അവിടെ നീതി അല്ല ഉണ്ടായത്. ഈ കാശിൻ്റെ പുറത്തുള്ള നീതിയാണ് കിട്ടിയേക്കുന്നത്. ശരി, ഇതാണ്